ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കില്ല. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടറോളൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്. മോട്ടറോള ഒരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ 7-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മോട്ടറോളൻ്റെ G05 എന്ന് പറഞ്ഞ മോഡലാണ് ഇന്ത്യയിൽ ജാനുവരി 7-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ റെഡ്മിയുടെ നോട്ട് 14 സീരീസ് ജാനുവരി 10-ാം തീയതി ഗ്ലോബൽ ഒഫീഷ്യലായിട്ട് ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോൻ്റെ റെനോ 13 സീരീസ് ജാനുവരി 9-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2 മോഡലുകളാണ് ലോഞ്ച് ചെയ്യുന്നത്. ഓപ്പോൻ്റെ റെനോ 13-ഉം 13 Pro എന്ന് പറയുന്ന സീരീസാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡിമെൻസിറ്റി A350 എന്ന് പറയുന്ന ചിപ്സെറ്റും 12GB റാം 256GB സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ആമോലെഡ് സ്ക്രീനും 120 Hz റിഫ്രഷിംഗ് റേറ്റ്. ഓപ്പോ റെനോ 13 ബാറ്ററി വരുന്നത് 5600 mAh ബാറ്ററി. റെനോ 13 Proന് വരുന്നത് 5800 mAh ബാറ്ററി ബാക്കപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ AI ഫീച്ചേഴ്സ് കുറച്ചും കൂടെ റിഫൈൻഡ് ആക്കിയിട്ടാണ് വരാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പോക്കോൻ്റെ X7 സീരീസ് ജാനുവരി 7-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിമെൻസിറ്റിൻ്റെ 8400 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പോക്കോൻ്റെ X7 സീരീസ്. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ 17 ഫുൾ സീരീസിനും 120 Hz റിഫ്രഷിംഗ് റേറ്റ് വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ഞാൻ മുന്നത്തെ ഒരു അപ്ഡേറ്റിലും ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു. ആ അപ്ഡേറ്റിനെ വീണ്ടും ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഐഫോണിൻ്റെ 4 സീരീസുകളിലും 120 Hz റിഫ്രഷിംഗ് റേറ്റ് വരാൻ പോകുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ലൊരു അഭിനന്ദനങ്ങൾ ടീം കുക്കാണ് തന്നെ. ഐക്യൂൻ്റെ 2 പുതിയ സീരീസ് സ്മാർട്ട് ഫോണ് അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. Z9 Z9+ ടർബോ എഡിഷൻ സ്മാർട്ട് ഫോണാണ് വരാൻ പോകുന്നത്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 ചിപ്സെറ്റാണ് വെച്ചിട്ട് ഇറങ്ങുന്നത്. 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് ഈ 2 സ്മാർട്ട് ഫോൺ, ഒന്ന് 6.5 ഒന്ന് 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ Quad HD+ റെസൊല്യൂഷൻ, 144 Hz റിഫ്രഷിംഗ് റേറ്റ്, 80 വാട്ട്സിൻ്റെ ചാർജറൊക്കെ വരുന്നുണ്ട്. ഇനി ഐക്യു Z9 ടർബോയിൽ വരുന്നത് 6000 mAh ബാറ്ററി ബാക്കപ്പും, Z9 ടർബോ പ്ലസിൽ വരാൻ പോകുന്നത് 6400 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെൻഡർ ഞാൻ ഇതിലിടാൻ പോയിട്ട് കാണാം. 80 വാട്ട്സ് ചാർജറാണ്. പിന്നെ വിവോൻ്റെ ചിപ്സെറ്റ് കൂടെ ഉണ്ടാവും, ഗെയിമിംഗ് ചിപ്സെറ്റ് ബിൽട്ടിൻ ഈ ഒരു മുതലിൻ്റെ ഉള്ളിൽ Z9 ടർബോ സീരീസിൻ്റെ ഉള്ളിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഫൺ ടച്ച് OSൻ്റെ 14 ആയിരിക്കും വരാം. പിന്നെ ആൻഡ്രോയിഡ് 15ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അഡാറ് ലെവലിലുള്ള ഒരു ചിപ്സെറ്റ് കൂടെ. സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 ചിപ്സെറ്റാണ്. 3.0 ക്ലോക്കിംഗ് സ്പീഡൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഐക്യൂൻ്റെ Z9 ടർബോ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റിയൽമിയുടെ നിയോ 7 SE എന്ന് പറയുന്ന ഒരു അഡാർ ഫ്ലാഗ്ഷിപ്പ് സീരീസ് സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. അഡാർ ലെവൽ സാധനം. സ്നാപ്ഡ്രാഗൻ്റെ 7S 7+ 7S അല്ല 7+ Gen
3 ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. 2.8 GHz ക്ലോക്കിംഗ് സ്പീഡ്, ക്വാഡ് HD+ റെസൊല്യൂഷൻ, 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 7000 mAh ബാറ്ററി. പിന്നെ അത് പോരാണ്ട് ചാർജിങ് സ്പീഡ് കൊടുക്കുന്നത് 120 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ UFS സിസ്റ്റം 4.0, ഒരു മുതൽ സാധനം തന്നെ. പിന്നെ നമുക്ക് 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങും കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ലെവൽ സാധനമാണ് ഇപ്പോൾ റിയൽമി നിയോ 7 SE എന്ന് പറയുന്ന മോഡൽ റിയൽമി ലോഞ്ച് ചെയ്യാൻ പോണത്. വേറെ ലെവൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ. തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. കാൽപ്പൈ മാമൻ്റെ 2A+ എന്ന് പറഞ്ഞ മോഡൽ, അതായത് നവംബറിൽ റിലീസ് ചെയ്ത ആ മോഡലിന് ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നത്തിങ് OS 3.0 സ്റ്റേബിൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നത്തിങ് 2A+ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 90 FPS നമുക്ക് BGMI, PUBG ഒക്കെ നമുക്ക് 90 FPS ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ പുതിയൊരു അപ്ഡേറ്റും കൂടെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ S24 ഫാമിലിക്ക് 1UI 7.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടല്ലോ, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് S24 ഫാമിലിക്ക്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് S24 ഫാമിലി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരു 25% ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ഫാസ്റ്റ് ആയിരിക്കും എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ആരെങ്കിലും S24 ഫാമിലിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം. സാംസങ് പുതിയൊരു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. 3 ലെയേർഡ് സ്റ്റാക്ക് സെൻസർ, iPhone 18 എന്ന് പറയുന്ന മോഡൽ 18 Pro Maxന് 3 ലെയർ സ്റ്റാക്ക് സെൻസർ ഉണ്ടാക്കാൻ പോകുന്നു. ആരാണ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അറിയോ? സാംസങ് ആണ് ഐഫോണിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ സ്റ്റാക്ക് സെൻസറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് അറിയാം നിങ്ങൾക്ക്? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീഡ് ഔട്ട് സ്പീഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി അമേസിങ് ആണ്. അത്ര വേഗം പ്രോസസ്സർ റീഡ് ചെയ്യും, അത്ര വേഗം നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം, ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഐഫോണിൻ്റെ 18 പ്രോനും 18 Pro Maxനായിരിക്കും ഉണ്ടാക്കുക. പിന്നെ അത് പോരാണ്ട് സാംസങ് തന്നെ അവരുടെ പുതിയ ജനറേഷൻ സീരീസുകളിലും സ്റ്റാക്ക് സെൻസർ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി മെഗാ പിക്സലിൻ്റെ കാര്യത്തിൽ സാംസങ്ങിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അവർ 300 മെഗാപിക്സലും 320 മെഗാപിക്സലും 400 മെഗാപിക്സൽസിനും ഓൾറെഡി അവരുടെ R&D ടീം വർക്ക് ചെയ്യുന്നൊരു കാര്യം ഞാനൊരു മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കണ്ടിരുന്നു എന്നല്ല, ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്ര ഈസി ആയിരിക്കും. സാംസങ് ഞാൻ പറഞ്ഞില്ല, 10 വർഷത്തെ ടെക്നോളജി ഇപ്പം തന്നെ അവർ നിലവിൽ കണ്ടുപിടിക്കാൻ തുടങ്ങിയ ആ ഒരു കമ്പനി ഒരു അഡാറ് ലെവലിലേക്കാണ് പോകുന്നത്. ഇനി എനിക്കറിയില്ല ഈ ഒരു ഇത്രയും ചെറിയ സെൻസർ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് സെൻസർ 320 മെഗാപിക്സലൊക്കെ യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങളാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ സാംസങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ആണ്. കാരണം ആ ഒരു ഡെവലപ്മെൻ്റ് ലെവൽ ഓഫ് തിങ്കിങ് ഉണ്ടല്ലോ വേറെ തന്നെയാണ്, ഒരു രക്ഷയല്ല. ഇനി iPhone 18 Pro Maxും വെല്ലുവിളിക്കുന്ന രീതികളിൽ മാറാൻ പോകണം. ആൻഡ്രോയിഡിനൊക്കെ
വെല്ലുവിളിക്കുന്ന രീതിയിലായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ സ്റ്റാറ്റ് സെൻസർ മാറ്റിമറിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആപ്പിളിൻ്റെ കാര്യം ഈ വർഷം ഒരു കുത്തുവാളെടുത്ത ലെവലിലാണ് ഇപ്പോൾ ആപ്പിള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രമണ, ഞാൻ അറിഞ്ഞത് ആപ്പിള് 95 മില്യൺ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആപ്പിള് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സിറി എന്ന് പറഞ്ഞ ആ വോയിസ് അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുക ആപ്പിളിൻ്റെ തെണ്ടിത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം നമ്മുടെ പ്രൈവറ്റ് കോൺവെർസേഷൻ, എന്നിട്ട് അത് ഒരു തേർഡ് പാർട്ടി കമ്പനീന് കൊടുത്തിട്ട് ഡാറ്റാബേസ് ചോർക്കണ രീതി. ആരാണ് പറയുന്നത് ആപ്പിൾ ഡാറ്റാബേസ് ചോർക്കണില്ല എന്നുള്ളത്? ഇത് മഹാതെണ്ടിത്തരാണ്. ഇത് എന്നു മുതൽ തുടങ്ങിയ സംഭവം എന്നറിയോ? ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 6 വർഷമായി, 7 വർഷമായി. ഇപ്പം ഒരു 7 അല്ലെങ്കിൽ 8 വർഷം കാൽക്കുലേറ്റ് ചെയ്യുക. 2017 മുതൽ തുടങ്ങിയ സംഭവമാണ്. ഇതിലേതോ ഒരുത്തൻ്റെ ഡാറ്റാബേസ് ചോർത്തി സിറി. അവനത് കണ്ടുപിടിച്ച് അവൻ കോടതിയിൽ പോയി. അവിടെ ഓക്ലാൻഡ് എന്ന് പറഞ്ഞ USA കോടതിയിൽ പോയിട്ട് ജഡ്ജ് ഇവൻ്റെ വാദം കേട്ട് ഇവനോട് അത് അനുകൂലിച്ചു. അത് വേറൊരു കാര്യം. ജഡ്ജ് എടുത്ത ഒരു തീരുമാനം എന്താണെന്ന് അറിയോ? 2017 മുതൽ ഓരോ ഐഫോണിനും $20 മില്യൺ വെച്ചിട്ട് പിഴ അടക്കണമെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്തൊക്കെ 2017 മുതൽ ഈ 2024 വരെ ഒരു ഫോണിന് $20 മില്യൺ വെച്ചിട്ട് അവർ എത്ര ട്രില്യൺ കണക്കിന് ലാഭങ്ങൾ ഉണ്ടാക്കി കൊഴുത്ത് വീർത്ത് പൊണ്ണത്തടി വെച്ച ആ കമ്പനി ഒരു ഫോണിന് $20 മില്യൺ വെച്ചിട്ട് എത്രയോ ഡസൻ കണക്കിന് ഫോൺ വിറ്റ ആ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി സത്യം പറയാലോ പൂട്ടിപ്പോ. ഡാറ്റാബേസ് ഒന്നും ചോർക്കില്ല. ഞങ്ങൾ എന്തോ സെക്യൂരിറ്റി ഭയങ്കര 16 ലെവൽ സെക്യൂരിറ്റി കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് 2017 നിങ്ങൾ വോയിസ് അസിസ്റ്റൻറ്റ് സിറി വെച്ചിട്ട് പ്രൈവറ്റ് കോൺവെർസേഷൻ പൊക്കാന്ന് പറയണുണ്ടല്ലോ. അമ്മാതിരി ചെറ്റത്തരം എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെറ്റത്തരം ആ ലെവലിലേക്കാണ് നിങ്ങൾ നീങ്ങിയത്. അവസാനം കേസ് ഒത്തുതീർപ്പായി. എത്ര മില്യൺ കൊടുക്കേണ്ടി വന്നെന്ന് പറയുക? ഒരു ആപ്പിളിൽ $95 മില്യൺ ഇപ്പം നിലവിൽ കൊടുത്തിട്ടാണ് ആ പ്രോബ്ലം അവർ സോൾവ് ചെയ്തത്. എന്ത് ധൈര്യത്തിലാണ് ഇനി ആപ്പിൾ യൂസ് ചെയ്യുക എന്നുള്ളത് ആപ്പിൾ ഫാൻ ബോയ്കളോട് നിങ്ങളോട് ചോദിക്കാറ്. ഇതിനെക്കാട്ട് എത്രയോ ബെറ്ററാണ് ആൻഡ്രോയിഡ് ഫോൺസ്. വല്ലാത്ത ചേത്തനാണ് നിങ്ങൾ. 95 മില്യൺ എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ആപ്പിളിൻ്റെ തീരുമാനം ഉണ്ടല്ലോ, അടപ്പ് തെറിച്ചിരിക്കണം. സത്യം പറയാം, നല്ല രീതിയിൽ ഇപ്പോൾ തെറിച്ചിരിക്കണം. ആ ജഡ്ജിക്ക് ഉണ്ടല്ലോ, അയാൾക്ക് 20 മില്യൺ അല്ല കൊടുക്കും. ഒരു 20 മില്യൻ്റെ മേലൊക്കെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അയാൾക്കത് വാഗ്ദാനം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കേസ് കൊടുത്താലുണ്ടല്ലോ, അയാളെ തല ഒരു അപാര തല തന്നെ. അയാൾക്ക് ആ കേസ് കൊടുത്ത ഗട്ട്സ് ഉണ്ടല്ലോ, അതിന് ഞാൻ ഹാറ്റ്സ് ഓഫ് ടു യു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിമെൻസിറ്റിയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമെൻസിറ്റി ഒരു പുതിയ ചിപ്സെറ്റ് ഈ വർഷം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിമെൻസിറ്റി 9500 ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് 5G നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള 3 nm TCMC എന്ന് പറയുന്ന കമ്പനിയുടെ ചിപ്സെറ്റാണ് ഇറക്കാൻ പോകുന്നത്. അതും വിത്ത് 4 GHz ക്ലോക്കിംഗ് സ്പീഡൊക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. ഇതൊരു വെല്ലുവിളിയാണ് ആർക്ക്? സ്നാപ്ഡ്രാഗൺ 8
ഇലൈറ്റ് ചിപ്സെറ്റിന് ഒരു വെല്ലുവിളിയായിട്ടുള്ള ഒരു ചിപ്സെറ്റ് കൂടെയാണ്. ഇതൊരു ഗെയിമിംഗ് ലെവൽ ചിപ്സെറ്റ് കൂടെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷനും കൂടെ എനിക്ക് കണ്ടറിയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ? സിംഗിൾ കോറിലും മൾട്ടി കോറിലും ഇത് ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചിപ്സെറ്റാണ്. അതായത് ഓവർ ഷാഡോ ചെയ്യാൻ പറ്റുമോ സ്നാപ്ഡ്രാഗൻ്റെ 8998 വെച്ചിട്ടുള്ള ആ ഒരു കാര്യം കൂടെ എനിക്കിതിൽ അറിയാനുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ വരെ നിലവിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് മീഡിയാടെക് ഡിമെൻസിറ്റി 9400 ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്. ഇപ്രാവശ്യം ഈ ഒരു വർഷം മീഡിയാടെക് ഡിമെൻസിറ്റി 9500 സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റിന് ഓവർ ഷാഡോ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പറക്കുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ A321, A350, ബോയിങ് 787 എന്ന് പറക്കുന്ന ഫ്ലൈറ്റുകൾ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഫ്രം ഡൽഹി ടു മംഗലാപുരം അല്ലെങ്കിൽ ഡൽഹി ടു ബോംബെ ഒരു എക്സാമ്പിൾ തന്നാണ്. ഈ പറക്കുന്ന ഇന്ത്യയിൽ പറക്കുന്ന ഏത് സ്ഥലത്തേക്ക് പോകുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്ക് എയർ ഇന്ത്യ ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കാൻ പോവുകയാണ്. വാവ്, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് തീരുമാനമാണ്. ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഫ്ലൈറ്റുകളൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. 36,000 അടിയാണെങ്കിലും പോലും നിങ്ങൾക്ക് വൈഫൈ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല തീരുമാനം, എനിക്ക് ഇഷ്ടപ്പെട്ട ആ തീരുമാനം. ഫ്രീ ആയിട്ട് വൈഫൈ യൂസ് ചെയ്യാം വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഇനി അത് 1 മണിക്കൂർ യാത്ര എടുക്കില്ല, ആ 1 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വൈഫൈ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാം, മെയിൽ ചെയ്യാം, ഡൗൺലോഡിങ് ഒക്കെ ചെയ്യാം, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. മുന്നേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടായിരുന്നു പേയ്മെൻറ്റ് ചെയ്തിരുന്നത് നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ. ഇപ്പം അതിൻ്റെ ആവശ്യം പറ്റില്ല. ഇപ്പോൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഫ്ലൈറ്റുകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട്. എയർ ഇന്ത്യയുടെ തീരുമാനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. MSIയും NVIDIAയും കൂടിയിട്ട് ഒരു പുതിയ ഗ്രാഫിക് കാർഡ് ജാനുവരി 21 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. RTX 5080 ഗ്രാഫിക്സ് കാർഡാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ ഗ്രാഫിക്സ് കാർഡിന് 16 GB റാം അടക്കം ഇത് വരാൻ പോകുന്നുണ്ട്. ആദ്യത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. രണ്ടാമത് ഇത് LPDDR7 റാം വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. PCI Express 5.0 ഇതിൽ സപ്പോർട്ട് ചെയ്യും. പറയാനില്ല, PCI Express കൂടെ വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്പീഡ് വേറൊരു ലെവൽ തന്നെ. പിന്നെ ഇതിൻ്റെ കളർ ബിറ്റ് 8 ബിറ്റും 10 ബിറ്റും ഒന്നല്ല ഈ ഒരു മോഡലിന് വരുന്നത്. 260 ബിറ്റ് കളറാണ് വരുന്നത്. ഈവൻ ഭാവിയിൽ ഇനി നിങ്ങൾക്ക് ഇതിൽ 8K വീഡിയോയും 10Kയും 12K ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈവൻ ഹൈ പ്രൊഫഷണൽ വീഡിയോ ക്യാമറ അടക്കം നമുക്കിതിൽ എഡിറ്റ് ചെയ്യാം. ഈ RTX 5080 എന്ന് പറയുന്ന ഈ ഗ്രാഫിക് കാർഡ് ഇത് MSIയും NVIDIAയും കൂടെ ടൈപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ്. 16 GB റാമേ, കണ്ണ് തള്ളിപ്പോയി. അതും പോരാണ്ട് LPDDR7 കൂടെ. ഇതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ LPDDR6 കമ്പയർ ചെയ്യുമ്പോൾ ഒരു 50% എങ്കിലും ഇതിന് സ്പീഡ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ 260 ബിറ്റ് ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, വേറെ തന്നെയാണ് പറയുന്നത്. റെഡ് ക്യാമറ, ബ്ലാക്ക് മാജിക്,
ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഭാവിയിൽ പുതിയത് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ ക്യാമറേൻ്റെ ഒക്കെ വീഡിയോ റെക്കോർഡിങ് നമുക്കിതിൽ ഹൈ പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇതിലിങ്ങനെ അനായാസമായിട്ട് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാം. എങ്ങനെ അനായാസമായിട്ട് എഡിറ്റ് ചെയ്യാം. ഒരു 6 മുതൽ തന്നെ ഒരു എസ്റ്റിമേഷൻ പ്രൈസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $1600 $1800 ആയിരിക്കും ഈ ഒരു മുതലിറങ്ങാം. കൊതിക്കല്ലാണ്ട് വേറൊരു മാർഗം കാണില്ല മക്കളെ. LG ഈ വർഷം, അതായത് ഈ വർഷം ഒരു പുതിയ ഒരു ഗെയിമിംഗ് മോണിറ്റർ, ഒരു കേർവ്ഡ് ഗെയിമിംഗ് മോണിറ്റർ, ഇത് ഫ്ലാറ്റ് അല്ല, ഇത് കർവ് ഗെയിമിംഗ് മോണിറ്ററാണ് ഇറക്കാൻ പോകുന്നത്. അൾട്രാ ഗിയറിൻ്റെ GX9 സീരീസിലുള്ള ഈ 2025 ഒരു പുതിയ ഒരു ഗെയിമിംഗ് മോണിറ്റർ ഇറക്കാൻ പോകുന്നത്. അതും 45 ഇഞ്ച് WOLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. റിഫ്രഷിങ് റേറ്റിൻ്റെ കാര്യമൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല. എയ്തർ ഇതൊന്നില്ലെങ്കിൽ ഒരു 144 ഹെർട്സ് അല്ലെങ്കിൽ 165 അല്ലെങ്കിൽ 180 ഹെർട്സ് റിഫ്രഷിങ് റേറ്റിലായിരിക്കും ഇറങ്ങാൻ സാധ്യത. HDMI 2.1 ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതൊന്ന്. രണ്ടാമത്, ഇതിൽ AMDൻ്റെ ഫ്രീസിങ്ക് പ്രീമിയം പ്രോ സപ്പോർട്ട് ചെയ്യും. NVIDIAയുടെ G-Syncും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതൊരു വലിയൊരു ഹൈലൈറ്റാണ് അത് പറയാനുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത, ഇത് 5K മോണിറ്ററാണ് ഈ ഇറങ്ങാൻ പോകുന്നത്, GX9 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇനി നിങ്ങൾക്ക് ഇത് ഡയഗണലായിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയഗണൽ റെസൊല്യൂഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതായത് ഇതിൽ 5K സപ്പോർട്ട് ചെയ്യും, 2K അടക്കം ഡയഗണലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ സത്യം പറയാലോ, ഇതുണ്ടല്ലോ വേറൊരു ലെവല് സാധനം, ഒരു മാസ്റ്റർ പീസ് സാധനം, വെട്ടിക്കെട്ട് സാധനമാണ്. അതും വിത്ത് WOLED വൈറ്റ് ഓർഗാനിക് LED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു GX9 സീരീസ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നു വരാം. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് പറയാൻ പോകുന്നത് ഫ്യൂജി ഫിലിമിൻ്റെ റൂമറിൽ നിന്ന് വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഫ്യൂജി ഫിലിം XE5ഉം X Pro 4ഉം ഇറക്കാൻ പോകുന്നുണ്ട്. ഫ്യൂജി ഫിലിം റൂമറുകൾ പറയുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഏതർ റൂമറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവർ റൂമർ കൊടുക്കുമ്പോൾ ആ പറയുന്ന റൂമുകളൊക്കെ കറക്റ്റ് ആവാറുണ്ട്. ഒരു 90% റൂമർ ശരിയാവാറുണ്ട്, 10% ഫെയിൽ ആവാറുണ്ട്. അതാണ് ഫ്യൂജി ഫിലിമിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുമാത്രമല്ല, ഫ്യൂജി ഫിലിം GFX 100 RF എന്ന് പറയുന്ന ഒരു ക്യാമറ ഇറക്കാൻ പോകുന്നുണ്ട്. അതൊരു റൂമറും കൂടിയാണ്. ഇത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയുടെ ലെൻസൊന്നും നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ഒന്നും പറ്റില്ല. 100 മെഗാപിക്സലൊക്കെ വെച്ചിട്ടാണ് ഈ GFXൻ്റെ 100 RF എന്ന് പറയുന്നത്. RF എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് റേഞ്ച് ഫൈൻഡർ ആവാനാണ് സാധ്യത. പിന്നെ ഇത് മീഡിയം ഫോർമാറ്റ് സെൻസറും കൂടിയാണ്. ഫുൾ ഫ്രെയിം 35mm സെൻസറിനെ കാട്ടി വലിപ്പം കൂടിയ ഒരു സെൻസറും കൂടിയാണ് ഈ GFXൻ്റെ 100 RF എന്ന് പറയുന്ന സെൻസർ. ഫ്യൂജി ഫിലിം ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവർ ബോഡിയുടെ വലിപ്പമുണ്ട്, മീഡിയം ഫോർമാറ്റിൻ്റെ ബോഡിയുടെ വലിപ്പം അതൊന്ന് കുറക്കാൻ പോവുകയാണ് അവർ. അതായത് രമണ ഇവർ ഒന്നില്ലെങ്കിൽ X Pro 3ൻ്റെ സൈസിൽ വരും എന്നാണ് പറയുന്നത്. ഈ GFXൻ്റെ 100 RF സെൻസർ മീഡിയം ഫോർമാറ്റിൻ്റെ സെൻസറും ബോഡിയുടെ വലിപ്പം X Pro 3 XT5
XH2 XH2S വലിപ്പത്തിലൊക്കെ ആയിരിക്കും ഇറക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രോ 3 സൈസിലാണ് ഇത് ഇറക്കുന്നുണ്ടെങ്കിൽ വേറെ തന്നെയായിരിക്കും. പിന്നെ ഫ്യൂജി ഫിലിം പ്ലീസ് എടുത്ത് ചാടിയിട്ട് ഇപ്പം ക്യാമറ ഉണ്ടാക്കല്ലേ. ഹൈബ്രിഡ് റേഞ്ച് ഫൈൻഡർ സിസ്റ്റത്തിൽ നിങ്ങൾ മീഡിയ ഫോർമാറ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ വേറെ തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ള കൂടെ ഒന്ന് കേൾക്കണം. ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം, ഹ്യൂമൻ ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം, ഫേസ് ഡിറ്റക്ഷൻ, കോൺട്രാസ്റ്റ്, ഹ്യൂമൻ ഐ ഡിറ്റക്ഷൻ ഫോക്കസ്, ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫോക്കസ്. പ്ലീസ് സോണിൻ്റെ ലെവലെങ്കിലും എത്തിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിക്കോണിൻ്റെ ലെവലെങ്കിലും നിങ്ങൾ ആ ക്യാമറയ്ക്ക് എത്തിക്കാൻ നോക്ക്. GFX 100 RFന് എത്തിക്കാൻ നോക്ക്. എന്നാൽ അത്രയും വില കൂടിയ സാധനമാണ്. 15,000 16,000 20,000 ദർഹംസൊക്കെ വരുന്ന ഈ ക്യാമറ ഓട്ടോ ഫോക്കസ് എങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തേ പറ്റും ഫ്യൂച്ചർ ഫിലിം. പ്ലീസ് നിങ്ങൾ കേൾക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ്, ഫ്യൂജി ഓവർകം ചെയ്തു സെയിൽസിൽ, വേൾഡ് വൈഡ് സെയിൽസിൽ ഫ്യൂജി ഇസ് ഓവർകംഡ്. സോണിനെ ഓവർകം ചെയ്തു, കാനോണിനെ ഓവർകം ചെയ്തു, നിക്കോണിനൊക്കെ ഓവർകം ചെയ്തു. മോഡലുകൾ ഏതാണ് ഓവർകം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഫ്യൂജി ഫിലിമിൻ്റെ റേഞ്ച് ഫൈൻഡർ ക്യാമറ X100 V6 ഫസ്റ്റ് പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷന് XT50 ആണ് രണ്ടാമത്തെ പൊസിഷൻ. ഈ XT50ൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ ഫിലിം സിമുലേഷൻ ഡയൽസ് കൊടുത്തിട്ടുള്ളത്. ഇന്നേ വരെ വേറൊരു കമ്പനി സിമുലേഷൻ ഓപ്ഷൻസ് ഇല്ലാണ്ടാണ് കൊടുക്കുന്നത്. ഇതിൽ ഫ്യൂജി ഫിലിമിൻ്റെ എടുത്ത ഇന്നോവേഷൻ്റെ തീരുമാനം ഉണ്ടല്ലോ, അതൊരു 1 സ്റ്റെപ്പ് അഹെഡ് ഫ്രം അതർ ബ്രാൻഡ്സ്. ഈ റിയാല എന്ന് പറയുന്ന ഫിലിം സിമുലേഷൻ ഫസ്റ്റ് ഇറങ്ങിയത് ഫ്യൂജി ഫിലിമിൻ്റെ X100 V6ലാണ് ഇറങ്ങിയതെങ്കിൽ അതേ റിയാല തന്നെ XT50 ഫിലിം സിമുലേഷൻ ഡയൽ കൊടുത്ത തീരുമാനം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ് പറയണം. മൂന്നാമത് സോണി A7C2 എന്ന് പറയുന്ന കോമ്പാക്ട് ക്യാമറ ആണ് 3-ാം സ്ഥാനം. 4-ാം സ്ഥാനം എന്നെ വളരെ സർപ്രൈസ്ഡ് ആക്കിയ ക്യാമറ ഏതാണെന്ന് അറിയാം, നിക്കോണിൻ്റെ ZF ആണ്. സർപ്രൈസ്ഡ് ആക്കിയത് ഞാൻ അബ്സല്യൂട്ട്ലി പറയാനുണ്ട്. ഓട്ടോ ഫോക്കസ് ഈസ് അഹെഡ് എന്ന് പറഞ്ഞാൽ അഹെഡ്. ഇപ്പം അതിൻ്റെ പ്രൈസ് അവർ കൂട്ടി. ഒരു 2-3 മാസം മുന്നേ, 2-3 മാസം മുന്നേ അവർ 6,599 ദിർഹംസിലാണ് അവർ ZF കിട്ടിയിരുന്നത്, അതും വിത്ത് 40 mm. ഈ വർഷം അതായത് ഒരു നവംബർ മുതൽ അവർ കൂട്ടിയ വില ഇപ്പം എത്ര തരാം, 8,699. ഇഫ് ഐ ആം നോട്ട് റോങ്. എന്താ അതിൻ്റെ ഓട്ടോ ഫോക്കസ്, 150 to 600 ലെൻസും കൂടെ, 100 to 600 ലെൻസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ തന്നെ എന്ന് പറയാണ്ട്. ഓട്ടോ ഫോക്കസ് ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. എല്ലാ ഓട്ടോ ഫോക്കസും, ഫേസും ഐയും ആനിമലും വർണ്ണിക്കാൻ വയ്യ, വേറെ തന്നെ. 10-ാം സ്ഥാനം ആർക്കതല്ലോ, അത് വീണ്ടും നിക്കോണിനാണ്. Z8-നാണ് 10-ാം സ്ഥാനം കൊടുത്തത്. ഇത് 2024 കണക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇനി 2025 ഒരു പുതിയ കണക്ക് വരുമ്പോൾ
ആ കണക്ക് ഞാൻ ആ സമയത്ത് പറയും. അത് ചിലപ്പോൾ ഒരു വർഷാവസാനം ഒക്കെ വരും. പക്ഷെ സർപ്രൈസിങ്ങിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഫ്യൂജി ഫിലിമിൻ്റെ എക്സാണ്ടർ V6 പിന്നെ നിക്കോണിൻ്റെ ZF ആണ് സർപ്രൈസിങ്ങിൽ എന്നെ സ്റ്റണ്ണിങ് ആക്കിയത്, എന്നെ അബ്സല്യൂട്ട്ലി ഷോക്കിംഗ് മൊമെൻ്റ് ആക്കിയത് ഈ 2 ക്യാമറ. X-T50 പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ 5ാം സ്ഥാനം X-T5 ഉണ്ട്. എനിക്ക് വലിയൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ടു സേ X-T5 5ാം സ്ഥാനം എത്തിയെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. കനോണൊക്കെ ഉണ്ട്, ആ പട്ടികയിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല നേരത്തെ, എക്സാണ്ടർ V6 ZF 2 വേറെ ഡൈമെൻഷൻസിലുള്ള ക്യാമറകളാണ്. വാക്കുകളില്ല പറയാൻ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.